وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد على جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين والحمد لله رب العالمين. إذا أنت لم ترحل بزاد من التقى ولاقيت بعد الموت من قد تزودا ندمت على ألا تكون كمثله وأنك لم ترصد كما كان أرصدا. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. സർവാദരണീയരായ നമുക്ക് കുറഞ്ഞ നേരത്ത് ഒരുപാട് ഉപദേശങ്ങൾ നൽകി ഖത്മുൽ ഖുർആൻ ദുആഇന് നേതൃത്വം നൽകിയ ആദരണീയരായ കുന്നംകൈ സയ്യിദ് അവർകൾ, മറ്റു സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാന്യ സഹോദരന്മാർ, സഹോദരിമാരെ, സുഹൃത്തുക്കൾ, ബഹുമാന്യരായ സഈദ് ഉസ്താദ് നവ്വറല്ലാഹു ഖത്മുൽ ഖുർആന്റെ ദുആ നടത്തിയത് ദുആഇന് ഉത്തരം പ്രതീക്ഷിക്കുന്ന അർദ്ധരാത്രിയിലേക്ക് പ്രവേശിച്ച ഈ നല്ല സന്ദർഭത്തിലാണ്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് പൂർണ്ണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും നന്നാകുന്നതിന് നമ്മുടെ ഈ പ്രദേശത്ത് സംഘടിപ്പിക്കുന്ന സദസ്സുകളിൽ വലിയ ഒരു സദസ്സാണ് ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ പ്രധാനപ്പെട്ട വിവിധ വിഷയങ്ങളിൽ നമ്മോട് സംവദിച്ച് ഒരുപാട് സാദാത്തുക്കൾ ദുആ ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച് നല്ല ദിനരാത്രങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. വലിയ ബഹുമാനത്തോടെ, വലിയ ആദരവോടെ കാണേണ്ട എല്ലാവരെയും ഒരിറ്റ് ബഹുമാനവും ആദരവും കുറയാതെ കാണാനുള്ള ഒരു സന്മനസ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നേരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മോട് ഉണർത്തിയത്. നമ്മുടെ ഖൽബിൽ ഈമാൻ ഉണ്ട് എന്നതിൻ്റെ വലിയ ഒരു തെളിവാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിലും സംസ്കാരത്തിലും പ്രവർത്തനത്തിലും വാക്കിലും ഉണ്ടായിത്തീരുന്ന ബഹുമാനം എന്ന് പറയുന്നത്. ഉപ്പയോട് ഉമ്മയോട് വലിയ ബഹുമാനം
നമ്മൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമുക്ക് ഇൽമ് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ, അന്ന് നമുക്ക് പഠിപ്പിക്കുമ്പോൾ ഉസ്താദ് അവർകൾ മദ്രസയിൽ 2-3 ക്ലാസ്സൊക്കെ എടുത്തു തന്ന് മുഅല്ലിമായി തന്നെ സേവനം ചെയ്തിരുന്ന ഉസ്താദാണ്. ഇപ്പോൾ ഉസ്താദിന് മദ്രസയിലെ ക്ലാസ് ഇല്ല. ഉസ്താദ് കുറേ കാലം 10-40 വർഷക്കാലം അങ്ങനെ കുട്ടികൾക്ക് ഇൽമ് നുകർന്നു കൊടുത്ത് ഇപ്പോൾ ഉസ്താദ് വിശ്രമത്തിലാണ്. അല്ലെങ്കിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി ഹലാലായ ഏതെങ്കിലും ഒരു തൊഴിൽ സ്വീകരിച്ച് കച്ചവടമോ കൃഷിയോ ഒക്കെ ചെയ്തു കൂടുകയാണ്. എന്നാലും നമ്മുടെ ബഹുമാനം കുറയാൻ പാടില്ല. ഇപ്പോൾ ഉസ്താദ് മദ്രസയിലൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ, അന്ന് പഠിപ്പിച്ചിരുന്നു. ബഹുമാനിക്കണ്ട, എപ്പോഴും ബഹുമാനിക്കണം. നമ്മുടെ ബഹുമാനത്തിന് ഒരു കുറവുണ്ടാകാൻ പാടില്ല. അങ്ങനെ കുറവുണ്ടായാൽ അത് നമ്മളെ ഈമാനിനെ ബാധിക്കും. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പരിസരത്ത് നിൽക്കുന്ന ആളുകൾ അവിടെ ഒന്നും നിന്ന് ഭൗതിക സംസാരിക്കാൻ പാടില്ല. പക്ഷെ നമുക്കത് നിലയും വിലയും വേണ്ടേ? ഇപ്പം ആ വലിയ മഹാന് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അവിടെ ആ പരിസരത്ത് അങ്ങനെ തിങ്ങിക്കൂടി നിന്നിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടന്നിട്ടോ വർത്താനം പറയാരെങ്കിലും പറയോ? ആരും പറയില്ല. അവരിപ്പോൾ ആ പള്ളിയുടെ പൂമുഖത്തോടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ മുറ്റത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ വർത്തമാനം പറയോ? ഒരൊറ്റ കുട്ടി അവിടെ കാണൂല. ഇപ്പം എവിടെ നമ്മളെ ബഹുമാനം? മക്കാമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഉണ്ടാകേണ്ടത് സിയാറത്തിൽ, ഏത് മഹാന മക്ബറ സിയാറത്ത് ചെയ്യുകയാണെങ്കിലും ആ സിയാറത്ത് സ്വീകരിക്കാൻ ഏറ്റവും മർമ്മപ്രധാനമായി ഉണ്ടാകേണ്ടത് തഅലീമാണ്, ബഹുമാനമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് യഖ്റുബു സായിറുഹു കഖുർബിഹി ഹയ്യൻ. സിയാറത്ത് ചെയ്യാൻ വരുന്ന ആള് ആ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളോട് ജീവിതകാലത്ത് എങ്ങനെയാണോ അടുപ്പം അതുപോലെയാണ് അടുത്ത് നിൽക്കേണ്ടത്. വലിയ മഹാനുഭാവനാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. എത്ര വലിയ മഹാനാണ്! ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ എന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ലോകമാകെ ഇൽമു കൊണ്ട് സമ്പന്നമാക്കുന്ന ഖുറൈശ് തറവാട്ടിൽ വരുന്ന ഒരു വലിയ ആലിം, വലിയ ഒരു പണ്ഡിതൻ, ആ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ സിയാറത്തിന് വേണ്ടി, അവിടുത്തെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി വളരെ ദൂരത്ത് നിന്ന് യാത്ര ചെയ്തു വന്നു ഇമാമുന നവവി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഖാമിന്റെ ഉള്ളിലേക്ക് വന്നില്ല, മഖാമിന്റെ മുറ്റത്തേക്കും വന്നില്ല. അവരുടെ ഖുബ്ബ കാണുന്ന സ്ഥലത്ത് വെച്ച് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്ത് തിരിച്ചുപോയി. നമ്മൾ ചില ആൾക്കാർ മഖ്ബറയോടെ കണ്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ വിചാരിക്കും ഒരു പക്ഷേ ഒരു മുരീദന്മാരാണ്, അല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പാര മക്കളാണ്, അല്ലെങ്കിൽ സ്വന്തം മക്കളാന്ന് കരുതും. മക്കാമൊന്നായിട്ട് ഓല കയ്യിലല്ലേ. തഅലീമ്, ബഹുമാനമാണ് ഏറ്റവും അധികം വേണ്ടത്. വിശുദ്ധമായ ഹുജ്റത്തു ശരീഫയിൽ സിയാറത്തിന് പോകുന്ന മൂമിനീങ്ങളോട്, മൂമിനാത്തിനോട് പറയട്ടെ, ഏതെങ്കിലും അറിവില്ലായ്മയുടെ പേരിൽ ആരെങ്കിലും ഉമ്മമാരെ നിങ്ങൾക്ക് വേണ്ടി സിയാറത്തിന് പ്രത്യേകം മറ സ്വീകരിച്ചു തരുമ്പോ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വന്നവര് ഒച്ച ഇട്ടുകൊണ്ട് കരയുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒച്ച വെച്ച് കരയേണ്ട സ്ഥലം അല്ല അത്. ആർത്ത് വിളിച്ച് കരയുന്നത് അത് സ്നേഹപ്രകടനമാണെന്ന് കരുതരുത്, അനാദരവാണ്. വളരെ അധികം പതുങ്ങിയ സ്വരത്തിൽ സംസാരിക്കേണ്ട സ്ഥലമാണത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ദർസ് നടത്തുമ്പോൾ
രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ അബൂ ജാഫർ എന്ന് പറയുന്ന ഭരണാധികാരി സംശയം ചോദിക്കാൻ വേണ്ടി മദീന പള്ളിയിൽ വന്നപ്പോ, ഭരണാധികാരിയാണ് വന്നിരിക്കുന്നത്, രാജാവിന്റെ ഭരണത്തിന്റെ കീഴിലാണ് ഈ പള്ളിയിലെ ദർസും. പക്ഷേ സംസാരം ഒന്നും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുന്നു, വഴി സൗകര്യപ്പെടുത്തി കൊടുക്കണം. എല്ലാ സഹോദരന്മാരും അവിടെ ബ്ലോക്ക് ഉണ്ടാക്കരുത്, വഴിയൊന്ന് സൗകര്യപ്പെടുത്തി സയ്യിദ് അവറുകൾക്ക് അങ്ങോട്ട് യാത്രക്ക് സുഗമമായ രീതി ഒരുക്കി കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. അബൂ ജാഫർ എന്ന് പറയുന്ന ഭരണാധികാരി ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് സംശയം? ഞാൻ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്യുമ്പോ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ ഖിബിലക്ക് മുന്നിട്ട് നിൽക്കണോ, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുന്നിട്ട് നിൽക്കണോ? ഖിബിലക്ക് മദീന പള്ളിയുടെ രൂപമനുസരിച്ച് ഖിബിലക്ക് ചോദിക്കുമ്പോ ശബ്ദം ഒന്ന് ഉറക്കെയായപ്പോ രാജാവിനോട് ദർസ് നടത്തുന്ന ഇമാമ് ചോദിച്ചു, എവിടെ വെച്ചാണ് ശബ്ദം ഉറക്കെയാക്കി സംസാരിക്കുന്നത് എന്ന് ഓർമ്മയുണ്ടോ? എവിടെ വെച്ചാണ് ശബ്ദം ഉയർത്തുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എവിടുന്നാണ് ഇത്ര ഒച്ച വെച്ചുകൊണ്ട് നിങ്ങൾ ചോദ്യം ഉയർത്തുന്നത്? ആരാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്? അതുകൊണ്ട് ശബ്ദം പതുക്കെയാക്കി സംശയം ചോദിച്ചോ. രാജാവ് ശബ്ദം പതുക്കെയാക്കി പോയി. വന്നത് രാജാവാണെങ്കിലും പഠിപ്പിക്കേണ്ടത് അദബാണ്. ഏത് മഖ്ബറയിൽ സിയാറത്തിന് പോകുന്ന ആളുകളോട് പറയട്ടെ, നിങ്ങളെ സിയാറത്തിന്റെ സ്വീകാര്യതയ്ക്ക് ഏറ്റവും മർമ്മമായി വേണ്ട വിഷയം ആദരവാണ്, അദബാണ്. തഅലീമിന്റെ കുറവുണ്ടായാൽ ചെയ്യുന്ന ഒരു പ്രവർത്തനം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ അല്ലാഹുവിന്റെ അടുക്കൽ അതിന് യാതൊരു സ്വീകാര്യതയും ലഭിക്കില്ല. അതുകൊണ്ടല്ലേ ശബ്ദം ഒന്ന് ഉയർത്തുമ്പോഴേക്ക് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ശബ്ദത്തെക്കാളും അധിക ശബ്ദത്തിൽ ശബ്ദിക്കുകയാണെങ്കിൽ അന്തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളെ നിസ്കാരം, നിങ്ങളെ നോമ്പ്, നിങ്ങളെ സർവ്വവിധ അമലുകളും പൊളിഞ്ഞു പോകും. ഒരൊറ്റ അനാദരവ് കൊണ്ട് എല്ലാ അമലും പൊളിഞ്ഞു പോകുമോ? പൊളിഞ്ഞു പോകും. രാജാവിന് ഇമാമവർകൾ ഓതി കൊടുക്കുന്ന ആയത്താണ്. ശബ്ദം ഒന്ന് പതുക്കെയാക്കിയപ്പോ ഇമാം അവർകൾ വീണ്ടും ഒന്നുകൂടി ഓതിക്കൊടുത്തു. വമദഹല്ലാഹു ഖൗമൻ യഗുല്ലൂന അസ്വാതഹും, ശബ്ദം പതുക്കെയാക്കി മുത്തുനബി തങ്ങളോട് സംസാരിച്ച സ്വഹാബത്തില്ലേ, അവരെ അല്ലാഹുവിന്റെ റസൂല് പുകഴ്ത്തി, അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ പതുക്കെ സംസാരിക്കുന്നവർ ഉറക്ക ദുആ ചെയ്യരുത്. എത്ര സങ്കടമുള്ള സംഗതിയാണെങ്കിലും ആര് കേട്ടാലും കരച്ചിൽ വരുന്ന അത്രമാത്രം വിഷമമായ വിഷയമാണെങ്കിലും ആദരവോടെ, വളരെ സൂക്ഷ്മതയോടെ, വിനയത്തോടെ അല്ലാഹുവിലേക്ക് കൈയുയർത്തി ചോദിക്കണം. ഉമ്മമാരോട് പറയട്ടെ, ഏതെങ്കിലും പെൺ സഹോദരിമാരവിടെ വന്നിട്ട് ഒച്ച വെച്ച് കരയുന്നത് കേൾക്കുമ്പോ ഇങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പോകരുത്. അതിന്റെ പുറമെ പറയട്ടെ, ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഹുജറത്തു ഷരീഫയുടെ മുന്നിലേക്ക് എങ്ങനെ പോകാനാ? സ്വന്തം ബാപ്പ ഒരു സ്ഥലത്തിരിക്കുമ്പോ ഇടത്തെ കയ്യിൽ ചെരുപ്പും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് വാപ്പാനോട് സംസാരിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ? അത് ബഹുമാനത്തിന്
കുറവല്ലേ? സ്വന്തം ഉസ്താദിനോട് ഇടത്തെ കയ്യിൽ ചെരുപ്പും പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമോ? സുബ്ഹാനല്ലാഹ്, ചെരുപ്പും പിടിച്ചാണോ ഹുജ്റത്തു ശരീഫയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്? ആ ചെരുപ്പ് വെക്കാൻ അപ്പുറത്ത് സ്ഥലമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ വാഹനത്തിലോ നിങ്ങളെ വീട്ടിലോ എവിടെയോ ചെരുപ്പ് വെച്ച് പകരം ഒരു ഖുഫ് വാങ്ങി അങ്ങ് ധരിക്കുക, ഷോക്സ് വാങ്ങി അങ്ങ് ധരിക്കുക. ചില ബഹുമാനം തീരെ ഇല്ലാത്ത വിഭാഗം ചെരുപ്പ് പുറത്തു കൊണ്ട് വന്ന് ഇടുന്ന ശബ്ദം കേൾക്കുമ്പോ നെഞ്ചു പൊട്ടിപ്പോകുന്നു. തീരെ ബഹുമാനത്തിന്റെ ഒരു തരി പോലും അവരെ കൽബിൽ ഇല്ലേ ഇല്ല. എങ്ങനെ തിരിഞ്ഞു ദ്വാർക്കണം എന്നാണ് ആ ഭരണാധികാരിയോട് ഇമാമ് പഠിപ്പിക്കുന്നത്. ഓ ഭരണാധികാരിയായ രാജാവേ, എന്തിന് നിങ്ങളെ മുഖം മാറ്റിക്കളയണം? വലിമ തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദമ യൗമൽ ഖിയാമ. മുത്തുനബി തങ്ങളിൽ നിന്ന് എന്തിന് മുഖം മാറ്റി തിരിഞ്ഞ് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ദ്വാർക്കണം? നബിതങ്ങളിലേക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ. നബിതങ്ങളെ ഷഫീആക്കി തരാൻ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചോളൂ. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് മുഖം മാറ്റരുത്. വഹുവ വസീലതുക വവസീലതു അബീക ആദമ യൗമൽ ഖിയാമ. നിങ്ങളുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങ് ഇത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള സർവ്വ അമ്പിയാക്കൾക്കിടയിലും സർവ്വ മനുഷ്യർക്കിടയിലും ഖിയാമത്ത് നാളിൽ ഒറ്റ വസീലയെ ഉള്ളൂ. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാവരും പറഞ്ഞേക്കുന്നത് തങ്ങളെ സവിധത്തിലേക്കല്ലേ. അതുകൊണ്ട് മുഖം തിരിക്കരുത്. തങ്ങളിലേക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് തന്നെ കൈയുയർത്തി അള്ളാഹുവിനോട് ചോദിക്കണം. നബിതങ്ങളെ ഷഫീആക്കി തരാൻ വേണ്ടി പറയണം. നിങ്ങളെ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഷഫീആക്കി അള്ളാഹു തരുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ സബിതത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ മാപ്പിരക്കുമ്പോ നിങ്ങളെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പറയും. എന്നിട്ട് രാജാവിന് ഓതിക്കൊടുത്തു, വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തെറ്റുകുറ്റം ചെയ്ത ആളുകൾ തങ്ങളെ ഹദ്റത്തിലെത്തുകയും അള്ളാഹുവിനോട് പാപം മോചനം തേടുകയും ചെയ്താൽ അവർക്ക് വേണ്ടി വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. പാപം പൊറുക്കുന്നവനായി കാരുണ്യം ചൊരിയുന്നവനായി അള്ളാഹുവിനെ അവർക്ക് മനസ്സിലാക്കാനും എത്തിക്കാനും കഴിയും എന്ന ആയത്ത് കൂടി തെളിവായി ഓതിക്കൊടുത്തു. നല്ല തഅലീമ് വേണം മുഅ്മിനീങ്ങളെ. മഖാമിന്റെ മഖ്ബറയുടെ സവിധത്തിൽ വെച്ച് ഭൗതിക സംസാരം സംസാരിക്കരുത്. ഉലമാഇന്റെ ഔലിയാഇന്റെ സുലഹാഇന്റെ അംബിയാഇന്റെ മഖാമിന്റെ ഹളറത്തിൽ വലിയ ബഹുമാനമല്ലേ പാലിക്കേണ്ടത്. തൂരിസീനാ പർവ്വതത്തിന് എന്താ ബഹുമാനം? തൂരിസീനാ പർവ്വതത്തിന് എന്താ ബഹുമാനം? അതൊരു സാധാരണ മലയായി കാണാൻ പറ്റുമോ? തൂരിസീനാ പർവ്വതത്തിലേക്കല്ലേ മുസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവുമായി സംവദിക്കുന്നതിന് അള്ളാഹു ക്ഷണിച്ച് വരുത്തിയത്. അവിടെ വെച്ചല്ലേ അള്ളാഹു തആല തൗറാത്ത് മുസാ നബി അലൈഹിസ്സലാമിന് നൽകിയത്. ആ പർവ്വതത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണ്? ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. രണ്ട് ചെരുപ്പും അഴിച്ചു വെക്കുക. നിങ്ങൾ പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ്. ഒന്ന് പോയി നോക്കൂ സഹോദരങ്ങളെ. ഈ ആയത്ത് ഇന്നും അവിടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. എന്താ നമുക്ക് അവിടെ കാണാൻ
പറ്റുന്നത്? എന്തെങ്കിലും ബഹുമാനത്തിന്റെ അടയാളങ്ങളുണ്ടോ? അല്ലാഹു ബഹുമാനിച്ചതിനൊക്കെ ബഹുമാനമുണ്ട്. അല്ലാഹു തആല ബഹുമാനിച്ചതല്ലേ പള്ളി. അതുകൊണ്ടല്ലേ പള്ളിയുടെ ഉള്ളിൽ ഭൗതിക സംസാരം സംസാരിക്കുന്നത് ഹറാമാണ്. പള്ളിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭൗതിക സംസാരം നടത്തരുത്. പള്ളിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് വാക്കേറ്റം ഉണ്ടാക്കരുത്. പള്ളിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തർക്കം നടത്തരുത്. സുബ്ഹാനല്ലാഹ്. മദീന പള്ളിക്ക് ആദ്യമായി വരാന്തയുണ്ടാക്കിയത് ആരാണ്? ചരിത്രത്തിൽ പള്ളിക്ക് ആദ്യമായി വരാന്തയുണ്ടാക്കിയത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. പള്ളിക്കൊരു വരാന്ത ആദ്യമായി നിർമ്മിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ആർക്കെങ്കിലും ഭൗതിക സംസാരം സംസാരിക്കണോ, കളഞ്ഞുപോയ സാധനങ്ങൾ ചോദിക്കണോ, പാട്ട് പാടണോ, സ്വറ പറയണോ, ഫൽയഖ്റുജ് ഇലാ ഹാദിഹിർ റഹ്ബാ, ഈ വരാന്തയിലേക്ക് പുറത്ത് വന്നോളണം. പള്ളിയുടെ ഉള്ളിൽ വെച്ച് ആയിക്കൂടാ. മദീന പള്ളിയിൽ ഉറക്കെ സംസാരിക്കുന്ന രണ്ടുപേരെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ആ രണ്ടുപേരെയും പിടികൂടുമെന്ന് കണ്ടപ്പോ മറ്റൊരു വാതിലിലൂടെ അവർ ഇറങ്ങി ഓടി. ഓടുമ്പോ പള്ളിന്റെ ഉള്ളിലിരിക്കുന്ന സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഓടുന്ന രണ്ടാളെയും പോയി പിടികൂടി കൊണ്ടുവരണം. രണ്ടുപേരെയും പിടിച്ചു ഉമർ റളിയല്ലാഹു അൻഹു മുന്നിൽ കൊണ്ടുവന്നു. ചോദിച്ചു, മിൻ ഐന അൻതുമാ, ഏത് നാട്ടുകാരാ നിങ്ങൾ? അവര് പറഞ്ഞു, മിൻ അഹ്ലി ത്വായിഫി, ഞങ്ങൾ മക്കക്കാരാണ്, മദീനക്കാരല്ല, ത്വായിഫ് പ്രദേശത്ത് താമസിക്കുന്നവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തൽക്കാലം ചെറിയൊരു വിട്ടുവീഴ്ച, ലൗ കുൻതുമാ മിൻ അഹ്ലിൽ മദീനത്തി ലഔജഅതുകുമാ, മദീന നിവാസികളിൽപ്പെട്ട ആളുകളായിരുന്നുവെങ്കിൽ നിങ്ങളെ ഇറച്ചിക്ക് ഞാൻ വേദനിപ്പിക്കുമായിരുന്നു. തർഫാനി അസ്വാതകുമാ ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളെ പള്ളിയിലാണോ നിങ്ങൾ ശബ്ദമുയർത്തുന്നത്? ഫോൺ വിളിക്കാനുള്ള സ്ഥലം പള്ളിയല്ല, കുശലാന്വേഷണം പറയാനുള്ള സ്ഥലം പള്ളിയല്ല, എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ നടത്താനുള്ള സ്ഥലം പള്ളിയല്ല, പുറത്തേക്കിറങ്ങണേ. മഹാന്മാര് അന്തിയിറങ്ങുന്ന മഖ്ബറക്ക് ബഹുമാനമുണ്ട്. ആ ബഹുമാനം എത്രത്തോളം എന്ന് നോക്ക് നിങ്ങൾ. ഏത് സിയാറത്തിന് വരുന്ന ആളും ആദ്യം തന്നെ മഖാമിലേക്ക് അങ്ങ് കയറി പോകുന്നതിന്റെ മുമ്പ് ഉളു എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കരിച്ച ശേഷമാണ് മഖാമിലേക്ക് പോയി സലാം പറയേണ്ടത്. സലാം പറയുന്ന ആള് മുഖാമുഖമായി നിന്ന് സലാം പറയണം. പരമാവധി വിട്ടു നിന്നുകൊണ്ട് ബഹുമാനം സൂക്ഷിക്കണം. എന്നിട്ട് തലഭാഗത്ത് നിന്നുകൊണ്ട് അവരെ തവസ്സുലാക്കി അല്ലാഹുവിലേക്ക് ദുആ ചെയ്ത്, അല്ലാതെയും അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് സലാം പറഞ്ഞ് ബഹുമാനത്തോടെ ഇറങ്ങി പോരണം. അവിടുന്ന് മറ്റൊരു സംസാരമോ അപശബ്ദമോ മറ്റൊന്നും ഉണ്ടാക്കിക്കൂടാ. നല്ല ബഹുമാനം കാത്തു സൂക്ഷിക്കണം. ജീവിതത്തിൽ വലിയ ബഹുമാനിക്കണം മാതാപിതാക്കളെ. അവരെ ബഹുമാനിക്കേണ്ട ശൈലിയല്ലേ അല്ലാഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞത്. എത്രമാത്രം വലിയ ബഹുമാനം കൊടുക്കണം. പ്രായം കൂടുന്തോറും അവർക്ക് ബഹുമാനം കൂടുതൽ കൊടുക്കണം. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. വാർദ്ധക്യം എത്തിയാൽ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നല്ല, വാർദ്ധക്യം എത്തിയാൽ വൃദ്ധസനത്തിൽ കൊണ്ടാക്കണം എന്നല്ല, വാർദ്ധക്യം എത്തിയാൽ ബഹുമാനം കൂടുതൽ കൊടുക്കണം. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരെ ഏതെങ്കിലും ഒരു കാര്യം അവർ അഭ്യർത്ഥിക്കുമ്പോ ഭീഷണിപ്പെടുത്തരുത്, നിരാകരിക്കരുത്. എന്ത് വിഷയം നീ അവരോട് പറയാണെങ്കിലും ഖൗലൻ കരീമാ, ബഹുമാനം കാത്തു സൂക്ഷിച്ച വർത്തമാനം പറയണം. ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോ ഒരുമ്മ വിളിച്ചിട്ട് വല്ലാത്ത സങ്കടം പറഞ്ഞു, ഉസ്താദേ
മക്കളെ പോറ്റി വളർത്തിയത് കൊണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഒറ്റക്കുള്ള ജീവിതമാണ്. എൻ്റെ സമ്പത്ത് എല്ലാവർക്കും വേണം, പക്ഷേ എന്നെ നോക്കാൻ ഒരു കുട്ടിയും ഇല്ല. ബാപ്പാന്റെ ഉമ്മാന്റെ സമ്പത്തുണ്ടെങ്കിൽ ബാപ്പക്ക് ബഹുമാനമുണ്ട് അല്ലേ? ഉമ്മക്ക് ബഹുമാനമുണ്ട് അല്ലേ? ബാപ്പക്കും ഉമ്മക്കുമുള്ള ബഹുമാനം അവരെ ഇൽമു പരിഗണിച്ചുകൊണ്ടല്ല, ഇബാദത്ത് നോക്കിയിട്ടല്ല. ബാപ്പക്ക് ഉമ്മക്ക് കൊടുക്കേണ്ട ബഹുമാനത്തിന്റെ കാരണം എന്താണെന്നറിയോ? നിനക്ക് ജന്മം നൽകി എന്നൊരൊറ്റ കാരണമാണ്. ബാപ്പ വരുമ്പോ നീ എഴുന്നേറ്റ് കൊടുക്കുന്നത് ബാപ്പ മുദർരിസാണോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല, ബാപ്പ പള്ളി കമ്മിറ്റി മെമ്പറാണോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല, ഉറൂസ് കമ്മിറ്റിയിലെ സ്വാഗത സംഘത്തിലെ അംഗമാണോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല, ബാപ്പാനടുത്ത് നല്ല പണമുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല, ഏതെങ്കിലും ഉദ്യോഗമുള്ള ആളാണോ അല്ലേ എന്ന് നോക്കിയിട്ടല്ല. നിന്റെ ബാപ്പയായി എന്നൊരൊറ്റ കാരണമേ അവിടെ ഉള്ളൂ, നിന്റെ ഉമ്മയായി എന്നൊരൊറ്റ കാരണമേ ഉള്ളൂ. ബാപ്പാനെക്കാളും കൂടുതൽ അറിവ് നിനക്കുണ്ടായാലും, ബാപ്പാനെക്കാളും കൂടുതൽ ഇബാദത്ത് നിനക്കുണ്ടായാലും, ബാപ്പാനെക്കാളും കൂടുതൽ സ്വലാഹിയത്ത് നിനക്കുണ്ടായാലും ബാപ്പക്കുള്ള ബഹുമാനം ഒട്ടും കുറച്ചുകൂടാ. സംസാരം വരെ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. എപ്പോഴും സ്നേഹ ബഹുമാനത്തോടെ ബാപ്പയോട് ഉമ്മയോട് പെരുമാറണം. അതേ, ഉറക്ക ശബ്ദിക്കാൻ പാടില്ല, ബഹിഷ്കരണ നിലപാട് സ്വീകരിക്കാൻ പാടില്ല. സമ്പത്ത് വല്ലതും ആവശ്യപ്പെടുമ്പോ മനസ്സ് വേദനിപ്പിക്കുന്ന വർത്തമാനമോ സമീപനമോ ചെയ്തുകൂടാ. ഉമ്മ പറയാണ്, മോനെ ഒരു 500 രൂപ കൊണ്ടാ. എന്തിനാ നിങ്ങൾക്ക് കാശ്? നിങ്ങൾക്കുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ ഉണ്ട്, ആവശ്യ വസ്തുക്കളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, കുടിക്കാനുള്ള വെള്ളമുണ്ട്, മരുന്നിന് മരുന്നുണ്ട്, ധരിക്കാനുള്ള ഡ്രസ്സ് ഉണ്ട്, പിന്നെ എന്തിനാ കാശ്? അല്ല മോനെ, എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം എനിക്ക് സ്വന്തമായി വന്നാൽ, നിങ്ങൾക്ക് സ്വന്തമായ ഒരു ആവശ്യം വരാനില്ല, എന്ത് വരികയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയരുത്. നിനക്കെന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ നിന്റെ കയ്യിൽ കാശുണ്ടാകുന്നത് നിനക്കൊരു റാഹത്തല്ലേ? ഒറ്റ ആവശ്യവും ഓൾറെഡി ഇപ്പൊ ഉമ്മാക്കില്ലെങ്കിലും മനസ്സിനൊരു സന്തോഷമാകുമോ? കാശങ്ങ് കൊടുത്തേക്കണേ. ദുനിയാവിൽ അവരെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകാനല്ലേ. 800 കിലോമീറ്റർ അപ്പുറമുണ്ട് സഹോദരങ്ങളെ യമനിൽ നിന്ന് മദീനയിലേക്ക്. അത്രയും ദൂരസ്ഥലത്ത് നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഗ്രഹിച്ച് തങ്ങളോടൊപ്പം ഒരു യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി യമനിൽ നിന്ന് വന്ന സ്വഹാബിയോട് അവിടുത്തെ ആദ്യത്തെ ചോദ്യം, നിങ്ങളെ ബാപ്പയും ഉമ്മയും വീട്ടിലുണ്ടോ? ഉണ്ട്. നിങ്ങൾ വരുമ്പോ എന്താണ് അവരെ നിലപാട്? ബാപ്പയും ഉമ്മയും പുറത്തിറങ്ങി കരഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇർജി ഇലൈഹിമാ, മടങ്ങിയേക്കണം അവരിലേക്ക്. എന്നിട്ട് ഫൽഹഖുമാ, ബാപ്പാനെ സന്തോഷിപ്പിക്കണം, ഉമ്മാനെ സന്തോഷിപ്പിക്കണം, എന്റെ കൂടെ യാത്രക്ക് വരേണ്ട. അവരവർ ചെറിയൊരു കണ്ണുനീരിന് കൊടുത്തൊരു വില എത്രമാത്രം വലുതാണ്. ബാപ്പക്ക് ഉമ്മക്ക് വലിയ ബഹുമാനം കൊടുക്കണം. ജീവിതകാലത്തും അവർക്ക് ബഹുമാനമുണ്ട്, മരണത്തിന് ശേഷവും ബഹുമാനമുണ്ട്. സഹോദരങ്ങളെ, ആര് നമ്മളെ വിട്ടുപിരിഞ്ഞാലും, ബാപ്പ ഉമ്മ വിട്ടുപിരിഞ്ഞാൽ അവരോടുള്ള ഹക്ക് നിലനിൽക്കുന്നില്ലേ? ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ പെരടിയിൽ അതുണ്ട്. എന്താണ് ബാപ്പാനോടും ഉമ്മാനോടും മരണശേഷം ചെയ്യേണ്ടത്? അദ്ദുആഉ ലഹുമാ, ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. വല്ലിസ്തിഗ്ഫാറു ലഹുമാ, ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി നീ പാപമോചനം തേടണം. വഇൻഫാദു അഹദിഹിമാ, ബാപ്പാന്റെ ഉമ്മാന്റെ വസിയ്യത്ത് നിർദ്ദേശങ്ങൾ പാലിക്കണം. ബാപ്പ പറഞ്ഞിരുന്നു, 3ാമത്തെ കുട്ടിനെ കല്യാണം കഴിച്ച് വിടുമ്പോ എനിക്ക് സമ്പത്ത് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് മറ്റു മക്കൾക്കൊക്കെ ഞാൻ 25 പവൻ കൊടുത്തിരുന്നു. ഒരു സന്തോഷമല്ലേ എന്നുള്ള നിലക്ക് ഓരോ മോളെയും കെട്ടിച്ചയക്കുമ്പോ 3ാമത്തെ കുട്ടിക്ക് അത് 20 ആയിപ്പോയി. എൻ്റെ കയ്യിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മക്കൾ നിങ്ങളെല്ലാവരും കൂടിയിട്ട് അത് കൊടുക്കണമെന്ന് രോഗാവസ്ഥയിൽ ബാപ്പാന്റെ നിർദ്ദേശം. ബാപ്പ മരിച്ചതിന് ശേഷം മക്കള് പറഞ്ഞു, അവൾക്കിപ്പോ സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഭർത്താവിന് വലിയ പൈസക്കാരനായ കച്ചവടക്കാരനാ.
ഭർത്താവ് എത്ര പൈസക്കാരനാണെങ്കിലും കച്ചവടക്കാരനാണെങ്കിലും ബാപ്പാന്റെ വസിയത്തൊരു വകയിലവിടെ കൊടുത്തേക്കണം. 5 പവൻ. ബാപ്പയുടെ ബാക്കിയുള്ള സ്വത്തിൽ നിന്ന് അതിന്റെ കണക്ക് നോക്കിയിട്ട് കൊടുക്കണം. പിശുക്കാൻ പാടില്ല അവിടെ. ബാപ്പ പറഞ്ഞു, മക്കളെ, ഞാൻ മരിച്ച ശേഷം എനിക്കെന്തെങ്കിലും ഒരു ഉപകാരം കിട്ടാൻ നമ്മളെ പള്ളിയിലേക്ക്, നമ്മളെ മദ്രസയിലേക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തെങ്ങാണെങ്കിലും ശരി, തേങ്ങയാണെങ്കിലും ശരി, അടക്കയാണെങ്കിലും ശരി, നിങ്ങൾ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം, ഒരു 5% പള്ളിയിലേക്കോ മദ്രസയിലേക്കോ നീക്കി കൊടുക്കണം. എനിക്ക് കിടക്കുന്നിടത്തൊരു സുഖം കിട്ടാനാണ്. വർഷത്തിലൊരു വാർഷിക വരുമാനം കൂട്ടിയിട്ട് ഒരു 5% എന്ന് പറഞ്ഞാൽ ഇത്ര തോനൊന്നും ഉണ്ടാകൂല, കുറച്ചേ ഉണ്ടാകുള്ളൂ. 5% പറഞ്ഞിട്ടുള്ളൂ. അത് കൊടുക്കണമെന്ന് പറയുമ്പോൾ മക്കളൊന്നായിട്ട് ചർച്ച. കമ്മിറ്റിക്ക് ഇപ്പോൾ പൈസൻ്റെ ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ കണക്ക് വായിച്ചു നോക്കുമ്പോൾ കുറച്ച് ബാക്കിയുണ്ട്, ഇനി എന്തിനാ കൊടുക്കുന്നത്? അത് നോക്കിയിട്ടല്ല. ഉപ്പ പറഞ്ഞില്ലേ കൊടുക്കണം, ഉമ്മ പറഞ്ഞില്ലേ കൊടുക്കണം എന്ന്. അവരെ വസിയത്താണ്. ആ വസിയത്ത് പാലിക്കണം. അത് അവരോടുള്ള കടപ്പാടാണ്. നാലാമത്തത് ബാപ്പാന്റെയും ഉമ്മാന്റെയും സുഹൃത്തുക്കളെ ബഹുമാനിക്കണം. ബാപ്പാന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞ് നടന്നാ പോരാ, ബഹുമാനം കൊടുക്കണോ? ബാപ്പക്ക് എന്തെല്ലാം ബഹുമാനം കൊടുത്തിരുന്നു. ബാപ്പാന്റെ സുഹൃത്ത് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ, നീ പോയി കാണണം, ആശ്വസിപ്പിക്കണം, ചെലവിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, ഒക്കെ ബഹുമാനാണ്. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണോ, എന്തെങ്കിലുമൊക്കെ വേണോ ചോദിക്കണം, സമാധാനിപ്പിക്കണം, അങ്ങനെ ബഹുമാനിക്കണം. ഇക്റാമു സ്വദീഖിഹിമ. ബാപ്പാന്റെ സുഹൃത്ത് ഹജ്ജിന് പോകാണ്. ഇപ്പൊ ബാപ്പ ഉണ്ടെങ്കിൽ ബാപ്പ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ നീ പോകണം, പോയിട്ടൊരു യാത്രയപ്പിന് കൈപിടിച്ചുകൊണ്ട് ദ്വാരിപ്പിക്കണം, ദ്വാരക്കാൻ പറയണോ, ഒക്കെ പറയണം. ഇക്റാമു സ്വദീഖിഹിമ. അതേ രൂപത്തിൽ ബാപ്പയിലൂടെ ഉമ്മയിലൂടെ മാത്രം ചേർക്കപ്പെട്ടിരുന്ന ബന്ധങ്ങളുണ്ട്. ബാപ്പാന്റെ കുടുംബം, ഉമ്മാന്റെ കുടുംബം എന്ന് നമ്മൾ പറയില്ലേ, അവരോടുള്ള ബന്ധങ്ങൾ ചേർക്കണം. ഈ 5 കടപ്പാടുകളും ബാപ്പ ഉമ്മാന്റെ മൗത്തിന് ശേഷം നമ്മളെ പെരടിയിൽ ബാധ്യതയായിട്ട് ബാക്കിയുള്ളതാണ്. ആ ബഹുമാനം അങ്ങനെ തന്നെ പാലിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, വേറെ ആരെടുത്തു നോക്ക്, ഇതുപോലൊരു ബന്ധവും ബാധ്യതവും നമുക്ക് കാണാൻ കഴിയൂല. അതുകൊണ്ടാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല പെരുമാറ്റം ഞാൻ ആർക്കാ നബിയെ കൊടുക്കേണ്ടത്? ഏറ്റവും നല്ല സഹവാസം ആർക്കാണ് കൊടുക്കേണ്ടത്? നല്ല രൂപത്തിൽ സഹവസിച്ച് ജീവിക്കേണ്ടത് ആരോടാണ്? തങ്ങൾ പറഞ്ഞല്ലോ, ഉമ്മുക്കാ, നിന്റെ ഉമ്മയാണ്. പിന്നെ ചോദിച്ചു, പിന്നെ ആരോടാണ്? പിന്നെയും നിന്റെ ഉമ്മയോടാണ്, പിന്നെയും നിന്റെ ഉമ്മയോടാണ്. പിന്നെ തങ്ങൾ പറഞ്ഞു, സുമ്മ അബൂക്ക്, ബാപ്പാനോടും ഉമ്മാനോടും നല്ല സഹവാസം പുലർത്തി, നല്ല ബഹുമാനം പുലർത്തി ജീവിക്കണം. ആ ബഹുമാനം നമ്മുടെ ഈമാനിന്റെ തഖ്വയുടെ അടയാളമാണ്. ഇരിക്കട്ടെ, മുതിർന്നവരോടും ബഹുമാനം പാലിക്കണം. നമ്മളെക്കാൾ പ്രായമുള്ള ആളുകളോട് ബഹുമാനം പാലിക്കണം. അവർക്ക് കാരുണ്യം ചെയ്യണം. അതുപോലെ തന്നെ സമൂഹത്തിൽ ബഹുമാനം അർഹിക്കുന്ന ഉലമാ, മുതഅല്ലിമീങ്ങൾ, അവർക്ക് ബഹുമാനം കൊടുക്കണം. സാദാത്തുക്കൾക്ക് ബഹുമാനം കൊടുക്കണം. അങ്ങനെ ബഹുമാനിക്കേണ്ട എല്ലാ വ്യക്തിത്വങ്ങളെയും ബഹുമാനിക്കണം. അതിനൊരു കുറവുണ്ടാകാൻ പാടില്ല. നമ്മുടെ മൂത്ത ആള്, മൂത്ത സഹോദരൻ, അവനെ പേരെടുത്ത് വിളിക്കാമോ? വിളിക്കുന്നത് ബഹുമാനത്തിന്റെ കുറവാണ്. മൂത്ത ആളെ പേരെടുത്ത് വിളിക്കുന്നത് ബഹുമാനത്തിന്റെ കുറവാണ്. ബാപ്പാന്റെ പേരെടുത്ത് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഉമ്മാന്റെ പേരെടുത്ത് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ജ്യേഷ്ഠന്റെ പേരെടുത്ത് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ബഹുമാനത്തിന് എതിരാണ്. അവരോട് പാലിക്കേണ്ട രീതിയിലുള്ള ബഹുമാനങ്ങൾ പാലിക്കണം. ഇതേ രീതിയിൽ തന്നെ ബഹുമാനിക്കേണ്ട മറ്റൊരു വിഭാഗമാണ് അയൽക്കാര്. വലിയ ബഹുമാനം കൊടുക്കേണ്ടതാണ്. എന്തൊക്കെയാ ബഹുമാനം എന്നറിയോ? ആരെങ്കിലും ചോദിക്കുമ്പോ എന്റെ അയൽക്കാരനാണ് എന്ന് മാത്രം പറഞ്ഞാ പോരാ. ആ അയൽവാസിക്ക് ഒന്ന് നടന്നു പോകാൻ വഴിയില്ല. നിനക്കാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലം അല്ലാഹ് തന്നിട്ടുണ്ട്. ഒന്ന് നടപ്പാത കൊടുക്കുന്നത് നീ അവനോട് കാണിക്കുന്ന ബഹുമാനമാണ്. നിന്റെ അയൽക്കാരന്റെ വീട്ടിൽ കിണറ്റിൽ വെള്ളം പറ്റിപ്പോയി, വേനൽ തുടങ്ങുന്നേ ഉള്ളൂ, ആദ്യം തന്നെ നിന്റെ കുംഭസാരം, നിന്റെ വെള്ളം പറ്റിയല്ലേ. എന്റെ കിണറ്റിൽ വെള്ളക്കണ്ട്, പക്ഷേ നിന്റെ മോട്ടറും കൂടി കൊണ്ടുവന്നു വെച്ചാല് പിന്നെ എന്റെ കുടുംബത്തിന് തന്നെ വെള്ളം ഉണ്ടാവോ എന്ന് എനിക്ക് പേടിയാണ്. എന്തിനാന്നറിയോ ആദ്യം തന്നെ പോയി ഇങ്ങനെ പറയുന്നത്? അവന്റെ മോട്ടർ കൊണ്ടുവന്ന് വെക്കാതിരിക്കാനാണ്.
കഴിവിന്റെ പരമാവധി എൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തോ എന്ന് പറയുന്നതിന് പകരം മുടക്കിന്റെ വാക്ക് പറയുന്നത് ബഹുമാനമല്ല. സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് ബഹുമാനം. ചിലരുണ്ട് 4 ലക്ഷം കൊടുത്താലും ഇല്ല കേട്ടോ, എൻ്റെ റൂഹ് പോയാലും ശരി 1 ഇഞ്ച് സ്ഥലം അവിടെ തരാൻ പറ്റൂല. എന്നാ പിന്നെ 5 ഇഞ്ച് സ്ഥലം കൊണ്ട് മൂപ്പർക്ക് വലിയ ബഹുമാനം ഉണ്ടോ? ഇല്ല. കൊടുക്കാന്ന് പറഞ്ഞാൽ കൽബ് മുറിച്ച് മാറ്റും പോലെ. സുഹൃത്തെ, ആവശ്യത്തിന് ഉപകാരപ്പെടാനുള്ള ഒന്നാണ്. സൗജന്യമായിട്ടെങ്ങാനും നീ കൊടുത്താൽ ആ ഒറ്റ കൊടുത്തത് മതി അല്ലാഹു തആല നിനക്ക് ആഖിറത്തിൽ സ്വർഗം തരാൻ. അയൽവാസിയെ നീ നന്നായി പരിഗണിച്ചു എന്നുള്ള നിലക്ക് നല്ല ബഹുമാനം കിട്ടും സ്വർഗത്തിൽ. ചെറിയ ബഹുമാനം എന്നല്ല, വലിയ ബഹുമാനം കിട്ടും. അയൽവാസിയെ പരിഗണിച്ച് ബഹുമാനിച്ചത് കൊണ്ട് വലിയ ബഹുമാനം കിട്ടും. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടും. കാരണം അല്ലാഹു തആല എണ്ണി പറഞ്ഞ വിഭാഗമാണ് അയൽക്കാര് എന്ന് പറഞ്ഞത്. അത് മരിച്ചാൽ മാത്രം ഒന്ന് പോയി നോക്കി വരാനുള്ള ബന്ധമാകരുത്. അയൽക്കാരുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ ആകുന്ന ബന്ധമാകണം. ഇടങ്ങേറാക്കാൻ പാടില്ല. അയൽവാസിനെ പറ്റി ആള് മോശക്കാരനാണെങ്കിലും അനുകൂലമാകുന്ന രീതിയിലേ നീ സംസാരിക്കാവൂ. നിന്റെ അയൽക്കാരെന്നുള്ള നിലക്കുള്ള ഒരു ബഹുമാനം അത് നീ പാലിക്കണം. അയൽവാസി രോഗമായി കിടന്നിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ടും നീ അറിയുന്നില്ല എന്ന് പറയുന്നത് നിന്റെ ഈമാനിന്റെ, നിന്റെ ഇഖ്ലാസിന്റെ, നിന്റെ തഖ്വയുടെ കുറവാണ്. നേരെ പിറ്റേന്ന് അവിടെ എത്തിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആളാണ് നീ. ഒന്നും നിനക്ക് ചെയ്യാൻ കഴിയൂലേ? എന്നാ സന്ദർശിച്ചിട്ട് ഒരു മനസ്സിന് സമാധാനമെങ്കിലും കൊടുക്കേണ്ടതല്ലേ? സഹോദരങ്ങളെ, നിന്റെ വീട്ടിലെന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും, അയാളെ വീട്ടിൽ ഉണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു വിഹിതത്തിന് ബന്ധപ്പെട്ട ആളാണ് അയൽവാസി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. അവിടെ തന്നെ അംഗങ്ങൾ 10-14 അംഗങ്ങളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് ദുഹർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ചോദിക്കുന്നത് നമ്മളെ അയൽവാസിക്കുള്ള ഓഹരി അങ്ങോട്ട് കൊടുത്തേച്ചോന്നാണ്. അയൽവാസിക്കുള്ള ഓഹരി അങ്ങോട്ട് കൊടുത്തേച്ചോന്നാണ്. ആടിനെ അറുത്ത് വേവിച്ചതിൽ നിന്നൊരു വീതം അങ്ങോട്ട് കൊടുക്കാനാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്വഭാവം അവരെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ വ്യക്തികളുമായി ബന്ധപ്പെട്ട് സ്നേഹിക്കേണ്ട, ബഹുമാനിക്കേണ്ട ആളുകളോട് ആ സ്നേഹ ബഹുമാനങ്ങളൊക്കെ നിലനിർത്തണം. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ മനസ്സിൽ സ്വാർത്ഥത കൂടി വരും. സ്വാർത്ഥത കൂടി വരുമ്പോ പിന്നെ പിശുക്ക് കൂടി വരും, കിബിർ കൂടി വരും, പല ദുസ്വഭാവങ്ങളും കൂടി വരും. നമ്മളൊരു മനുഷ്യനായിട്ട് തന്നെ നമ്മളെ കാണാൻ പറ്റാത്ത രൂപത്തിൽ തരം താഴ്ന്നു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനിക്കേണ്ട തലങ്ങളൊക്കെ ബഹുമാനിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനിക്കേണ്ട വിഷയങ്ങളെയും ബഹുമാനിക്കണം, ബഹുമാനിക്കേണ്ട കാര്യങ്ങളെയും ബഹുമാനിക്കണം. അല്ലാഹു തആലാന്റെ ഇസ്മുകൾക്ക് വലിയ ബഹുമാനം കൊടുക്കണം. അതിന് വലിയ ബഹുമാനം ഉണ്ട് എന്നാണ് നമ്മളൊക്കെ ഓതുന്നത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. നിന്റെ റബ്ബിന്റെ ഏറ്റവും ഉയർന്ന ഇസ്മുകളെ നീ ബഹുമാനിക്കണം. അതിന്റെ പരിശുദ്ധി നീ കാത്തു സൂക്ഷിക്കണം. ചില ആളുകൾക്ക് വലിയ പേടിയാണ്. വീട് കെട്ടുന്ന സമയത്ത് തുടക്കം കുറിക്കുമ്പോഴേക്കന്നെ അവിടെ ഒരു കടലാസിലായിട്ട് അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചു വെക്കും. എന്തെന്ന്? ബിസ്മില്ലാ, മാഷാ അല്ലാ, പിന്നെന്താ, ലാ ഖുവത ഇല്ലാ ബില്ലാ എഴുതി വെച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉദ്ഘാടനം കഴിയുമ്പോൾ അത് കയ്യെക്കുന്ന സ്ഥലത്ത് താഴെ ഉണ്ടാകാൻ പാടില്ല. അത് വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല. അവിടെയും ഇവിടെ ഇട്ട് ചവിട്ടാൻ പാടില്ല. അനാദരവാണ് ചെയ്യുന്നത്. ബഹുമാനത്തോടത് ഫ്രെയിം ചെയ്ത് പിന്നെയും സൂക്ഷിക്കണം. ഏതായാലും മുറാദ് ഹാസിലായില്ലേ, ഇനി കഴിഞ്ഞു എന്നുള്ളവർക്ക് അത് വലിച്ചെറിയാൻ പാടില്ല. അല്ലാഹു തആലാന്റെ ഇസ്മാണത്. അല്ലാ എന്നൊരു ഇസ്മതിലില്ലേ, വലിയ ബഹുമാനം അതിന് കൊടുക്കണം. ആ ബഹുമാനത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ബഹുമാനവും സ്നേഹവും നൽകും. സഹോദരങ്ങളെ, അതിനെ നിന്ദിക്കരുത്. ആ ബഹുമാനത്തിന് വലിയ സ്ഥാനമുണ്ട്, വലിയ ബഹുമാനമുണ്ട്. അത് എഴുതുന്നതും സൂക്ഷിക്കുന്നതും ഒക്കെ വലിയ ബഹുമാനത്തോടെയാകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്മാഇനും അതേ രൂപത്തിൽ തന്നെ വലിയ ബഹുമാനമുണ്ട്. ആ അസ്മാ ചൊല്ലുമ്പോ സ്വലാത്ത് ചൊല്ലുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിന്റെ ബഹുമാനമാണത്. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്മ എഴുതുകയാണെങ്കിലും ചൊല്ലുകയാണെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതണം, എന്ന് ചൊല്ലണം. അത് അതിനോടുള്ള വലിയ ബഹുമാനമാണ്. സ്വഹാബിമാരുടെ ഇസ്മുകൾക്ക് ബഹുമാനം നോക്ക് നിങ്ങൾ. അതുകൊണ്ടല്ലേ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്. ഈ ബഹുമാനമുള്ള ഇസ്മുകളൊക്കെ മൂത്രപ്പരയിലേക്ക് പോകുമ്പോ, ഹമ്മാമിലേക്ക് പോകുമ്പോ മാറ്റി വെക്കണം എന്ന് പറയുന്നത് അത് അതിനോട് അർഹിക്കുന്ന ബഹുമാനമാണ്. അങ്ങനെ ബഹുമാനിക്കേണ്ട തരങ്ങളെ ബഹുമാനത്തോടെ സൂക്ഷിക്കണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, റമളാനോട് അനുബന്ധിച്ച് ഇവിടെ ഉണ്ടാകുമെന്ന് അറിയില്ല, ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. റമളാനോട് അനുബന്ധിച്ച് അതാ പേപ്പർ ടിഷ്യൂ. റമളാനോട് അനുബന്ധിച്ച് നമ്മളെ നാടുകളിലൊക്കെ ഉണ്ടാകും, ചില സ്ഥലത്തൊക്കെ ഉണ്ടാകും. ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നനച്ചുകുളി എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലേ? ഇവിടെ എന്തായാലും പേര് നാവും, വീടൊക്കെ ഒന്ന് ശുദ്ധീകരണം ചെയ്യുന്ന പരിപാടി ചില സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്വഭാവമുണ്ട്. കഴിഞ്ഞല്ല പല സ്ഥലത്തും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചട്ടയും പേജും പോയ മുസാഫൊക്കെ നേരെ കൊണ്ടുപോയി കൊടുക്കുക. എവിടേക്ക്? എന്താ കുജിന്റെ പീടി? സുബ്ഹാനല്ലാഹ്. വേസ്റ്റ് ഈ പഴയ സാധനങ്ങൾ എടുക്കുന്ന പീടിയ. എനിക്ക് അതിന്റെ പേരൊന്നും അറിയില്ല, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയല്? ആക്രിക്കട. അതാണ് ശരി. ആക്രിക്കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ദുസ്വഭാവം അത് ശരിയല്ല, ഒരിക്കലും ചെയ്യരുത്. അതിനോടുള്ള ബഹുമാനം അതിനെ ചട്ട വെച്ച് ബെയിൻഡ് ചെയ്ത് വളരെ വൃത്തിയായി അത് സൂക്ഷിക്കണം. അത് ജുസ് പോയതാണെങ്കിലും പേജ് പോയതാണെങ്കിലും ചട്ട പോയതാണെങ്കിലും കീറിയതാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യണം, കൊടുക്കരുത്. അത് അവിടെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയേണ്ടൊന്നല്ല. ഈമാന് പോയിട്ട് ഈമാനില്ലാതെ കാഫിറായി ചത്തുപോകും പരിശുദ്ധ ഖുർആനോട് അനാദരവ് ചെയ്താൽ. ഒരിക്കലും ചെയ്യരുത്. ബഹുമാനത്തോടെ കാത്തു സൂക്ഷിക്കണം. ഇപ്പൊ തീരല്ലാത്തൊരു ബഹുമാനം എന്താ അറിയാം? നിങ്ങൾ പള്ളിയിലൊക്കെ കയറിയാ കാണാം ചില ആളുകൾ ഇങ്ങനെ യാസീനും അൽക്കഫും മറിക്കാണ്. പിന്നെ എന്തിനാണ് ആ മുസാഫൊക്കെ അവിടെ ഇരിക്കുന്നത്? പള്ളിയിൽ കയറുമ്പോഴെങ്കിലും വീട്ടിലിരിക്കുമ്പോഴെങ്കിലും ആ മുസാഫ് ഒന്ന് എടുത്ത് ഓതിക്കൂടെ? ഇതാണോ മുസാഫ് എന്ന് പറഞ്ഞ സാധനം? ഇത് സകല ഗുലാബിയാണ്. ഇതിൽ വാർത്തയുണ്ട്, മെസ്സേജും ഉണ്ട്, നമ്പറും ഉണ്ട്, അല്ലല്ലേ? എല്ലാം ഉണ്ട്. ഏത് പേപ്പറല്ലാത്ത? ഇതല്ല മുസാഫ് നോക്കി ഓതിയ കൂലി ഇതിൽ ഓതിയാ കിട്ടൂല. ഇതൊരു ഉപകാരമാണ് യാത്രയിലൊക്കെ ഓതാൻ. ഏതെങ്കിലും മരിച്ചെടുത്ത് എല്ലാവർക്കും മുസാഫ് തരാണ്ടാവില്ല, അവിടെ ഗ്യാസിനൊക്കെ തെറ്റില്ലാതെ ഓതാൻ. അതിനൊക്കെ ഒരു ഉപകാരമാണ്, കൊണ്ടുനടക്കാനൊക്കെ. പള്ളിൻ്റെ ഉള്ളിൽ മുസാഫില്ലേ? ഇവിടെ ഇപ്പൊ കണ്ടില്ല നിങ്ങൾ? തങ്ങൾ പാപ്പ ലാസ്റ്റ് ഖത്തും ഓതിയത് മുസാഫ് നോക്കിയിട്ടല്ലേ? മൊബൈലില്ലായിട്ട് തങ്ങൾ പാപ്പ പറയരുത്, മുസാഫ് നോക്കിയിട്ടല്ലേ ഖത്തം തീർത്തത്. പൊരയിലുള്ള മുസാഫൊക്കെ വിളിച്ചു പറയുന്നുണ്ടാകും, നമ്മൾ കേൾക്കാത്തോണ്ടല്ലേ. മനുഷ്യ എന്നെ തുറന്നൊന്ന് ഓത്, പിന്നെ എന്തിനായി കൊണ്ടുവന്ന് വെച്ച്? കാരണം ഉംറക്ക് പോകുമ്പോ ഒരാൾ 2 എണ്ണം, വേറെ ആൾ 4 എണ്ണം. ഒരു പൊരയിൽ 4 ആൾ ഉംറക്കോയോ ആ പൊരയിൽ 14 മുസാഫ് ഉണ്ടാവും. പിന്നെന്തിനത്? അത് തുറന്നു ഓതണം, ബഹുമാനിക്കണം. 2 മുസാഫ് ഒരാക്കുണ്ടെങ്കിൽ മാറി മാറി ഓതണം എന്നാ കണക്ക്. ഒന്നും ഉപയോഗപ്പെടുത്താതെ വെക്കരുതെന്നാ. അത്രയും ബഹുമാനം പാലിക്കേണ്ടതാണ്. ആ ബഹുമാനം കൂടി കാത്തു സൂക്ഷിക്കണം. അത് അള്ളാഹുവിനോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ കലാമിനെ ബഹുമാനിക്കുന്നത്. ആ ബഹുമാനം വളരെയധികം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. 4 ജുസ് കുട്ടികൾ ഓതുന്ന 2 ജുസ് ഒക്കെ ആണെങ്കിലും ബെയിൻഡ് ചെയ്ത് ചട്ട വെച്ച് ബഹുമാനത്തോടെ കാത്തു സൂക്ഷിക്കണം. പിന്നെ ഓതാൻ ഉപയോഗപ്പെടുത്താൻ അത് വളരെ എളുപ്പമാണ്. ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ബഹുമാനിക്കേണ്ടതുപോലെ പരിശുദ്ധ ഖുർആനെ ബഹുമാനിച്ചാൽ വലിയ സ്ഥാനമാനം സഹോദരങ്ങളെ കിട്ടും. മഹാന്മാരൊക്കെ ഖുർആനെ ബഹുമാനിച്ച് കണ്ടില്ലേ നിങ്ങൾ? അറേബ്യയിലെ അറിയപ്പെട്ട കവിയാണ് ലബീദ് എന്ന് പറയുന്ന കവി. ലബീദിന്റെ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും സമ്മതിച്ചിട്ടുണ്ട്. അസ്ദഖു കലിമത്തിൻ ഖാലഹാ ഖൗലു ലബീദ്. നല്ല യാഥാർത്ഥ്യമുള്ള വാക്കാണ് ലബീദിന്റെ വാക്ക്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു. ലബീദിന്റെ ഒരു കവിതയാണത്. അല്ലാഹു അല്ലാത്ത മുഴുവനും ബാതിലു, എല്ലാം നിഷ്ഫലമാണ്.
എല്ലാ മഖ്ലൂഖാത്തും പോകൂലേ? ഏതെങ്കിലും ഒന്നുകൂടെ ശേഷിക്കൂ? അള്ളാഹു മാത്രമല്ലേ ശേഷിക്കുന്നതുള്ളൂ. ഈ വാക്ക് എടുത്തു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലബീദിനോട് ജനങ്ങൾ ചോദിച്ചു, ഇപ്പൊ കവിതയൊന്നും എഴുതാറില്ലേ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം? ലബീദ് പറഞ്ഞു, എനിക്കെന്തിന് കവിത, എനിക്കെന്തിന് പാട്ട്? യക്ഫീനിൽ ഖുർആനു മുൻദു അസ്ലംതു, മുസ്ലിമായത് മുതൽ എനിക്ക് ഖുർആൻ മതി. ഖുർആൻ ധാരാളമാണ്. ഞാൻ പിന്നീട് ഖുർആൻ ഓതും, ഖുർആൻ കേൾക്കും, ഖുർആൻ മറ്റുള്ളവർക്ക് വേണ്ടി പഠിപ്പിക്കും. എനിക്കത് ധാരാളമാണ്. സഹോദരങ്ങളെ, ഖുർആനിനോടുള്ള ബഹുമാനമാണ് ആ ചെയ്തത്. ഖുർആൻ അങ്ങ് സ്വീകരിച്ചത് മുതൽ പിന്നീട് കവിത എഴുതുന്നതും പാടുന്നതും ഒക്കെ നിർത്തിപ്പോയി. ഖുർആൻ കൊണ്ട് കിട്ടിയ ബഹുമാനമാണ്. അതുകൊണ്ട് ഖുർആൻ നന്നായി ഓതാനുള്ള ദിനരാത്രങ്ങളാണ് ഈ ശഅബാൻ മാസവും റമളാൻ മാസവും ഒക്കെ. ശഅബാൻ മാസം വരുമ്പോഴേക്ക് പല മഹാന്മാരും ഖുർആനോത്തിലായി തപസ്സിരുന്നിട്ട് മറ്റു മാസങ്ങളിൽ തീർത്ത ഖത്മിനേക്കാൾ അധികം തീർത്തവരുണ്ട്. ദിക്റിലായി തപസ്സിരുന്നിട്ട് ഏറെ ദിക്ർ ചൊല്ലിയവരുണ്ട്. സ്വലാത്തിന്റെ മാസമാണല്ലോ ശഅബാൻ മാസം. ഏറെ സ്വലാത്ത് ചൊല്ലിയിട്ട് മുത്തുനബി തങ്ങളിലേക്ക് അടുത്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ചെറിയൊരു ദുആ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാദിനാഥനായ അല്ലാഹ്, ഇവിടെ നടത്തിയ ഉറൂസും കാര്യങ്ങളൊക്കെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. നല്ല ലക്ഷ്യത്തോടെ നല്ല കാര്യങ്ങളോടുകൂടെ അതിൽ സംബന്ധിച്ച എല്ലാ ആളുകൾക്കും നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഇവിടെ വന്ന് സംഭാവന ചെയ്തവർ, സഹകരിച്ചവർ, ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, ഇതിന്റെ കമ്മിറ്റിക്കാരും മറ്റു ഭാരവാഹികൾ, നേതൃത്വം നൽകിയ ഉസ്താദുമാർ, സാദാത്തുക്കൾ, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ദറജ നീ ഉത്തരോത്തരം ഉയർത്തണേ റഹ്മാനെ. അവരുടെ ജാഹ് ബറക്കത്ത് കൊണ്ട് മദദ് കൊണ്ട് ഞങ്ങളിലും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉപ്പമാര്, ഉമ്മമാര്, കുടുംബക്കാര്, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സഹപാഠികൾ എല്ലാവരിൽ നിന്നുമുള്ള എല്ലാവിധ ജല്ലത്തുകളും നീ അഫുവാക്കി തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും സോക്കേടായി കിടക്കുന്നവരുണ്ട്. നമ്മളെ ഹിമമി ഉസ്താദിന്റെ ഉപ്പ വീട്ടിൽ സുഖമില്ലാതെ വിശ്രമിക്കുകയാണ്. അങ്ങനെ പലരും ഉണ്ട്. പല ഉപ്പമാര്, പല ഉമ്മമാര്, പല ചെറുപ്പക്കാര്, കുട്ടികൾ, എല്ലാവർക്കും നീ ശിഫാ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ക്യാൻസറിന്റെ അസുഖമുണ്ട്, വെളിവായിട്ടുണ്ട്. ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം ശിഫയാകാനെന്ന് പറഞ്ഞ ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാരുണ്ട്. നീ ശിഫാ നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ കാവൽ നൽകി നിന്റെ ഇബാദത്തിലും ത്വഅത്തിലുമായി ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ദുആ ചെയ്യാൻ ഞങ്ങൾ കടപ്പെട്ട ഞങ്ങളോട് ഉപദേശിച്ച എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, അവസാന സമയം വരെ ഇസ്സത്തിലായി ത്വഅത്തിലായി നിലകൊള്ളാനുള്ള തൗഫീഖ് നീ ഏറ്റിത്തരണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ഖൈറായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല നിലക്ക് ചൊല്ലി മുത്തഖീങ്ങൾ വിടവാങ്ങും പോലെ വിടവാങ്ങാൻ ഞങ്ങൾക്ക് നിങ്ങളെ നീ തുണക്കണേ റഹ്മാനെ. അതിന് പറ്റുന്നവരാക്കി ഞങ്ങളെ നീ നന്നാക്കി വളർത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ടറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് കുറച്ച് തേനുണ്ട്, അതിനി ഇവിടെ ബാക്കി വെക്കണ്ട. എല്ലാവരും നല്ല ഒരു സ്വതക്ക കൊടുത്ത്, ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ മന്ത്രിച്ച തേനല്ലേ, ഇതെല്ലാവരും ഓരോ തേൻകുപ്പി കൊണ്ടുപോകണം. ഇനി അതിവിടെ ബാക്കിയാലും ഇനി അതിന് വേറൊരു പരിപാടി ഇനി വേറെ വെക്കണ്ടേ. എല്ലാവരും വരി, ഒരു തേൻകുപ്പി വാങ്ങി നമ്മളെ കൊണ്ട് കയ്യിൽ നിന്നൊരു സംഭാവന കൊടുത്തുവിടും ഇൻഷാ അല്ലാഹ്. ഇതാ ഓരോ തേൻകുപ്പി വാങ്ങിക്കൊണ്ടിരിക്കും. നമ്മളെ കൊണ്ട് കയ്യിൽ നിന്ന് സംഭാവന ഇപ്പം ഇല്ലെങ്കിൽ പിന്നെ ഇതെന്തിനാ, ഇതാ ഒരു സംഭാവന വാങ്ങിക്കൊണ്ട് എന്തെങ്കിലും ഒരു സംഭാവന കൊടുത്തിട്ട് തങ്ങൾ പാപ്പം മന്ത്രിച്ചൊരു തേൻകുപ്പിയിൽ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാണ്. ഇതാ സംഭാവന. അതാ കുറച്ച് തേൻകുപ്പി, ഒരു കുറച്ച് തേൻകുപ്പി ഉണ്ട്. അല്ലാഹു തആല ബർക്കത്ത് തരും. ഇതാ ബിസ്മില്ലാ, അല്ലാഹു ഖബൂൽ. മൂടി കൊടുക്കും. ഇതാ മൂടി
കുറച്ച് തേങ്കുപ്പി ഉണ്ട്, കുറച്ചാളും കൂടി വന്ന് സഹകരിച്ചാൽ. എന്താ ഒരു 4-5 കുപ്പി കൂടി ഉണ്ട്, കുറച്ചുകൂടി ആൾ വന്നാൽ ഇൻഷാ അല്ലാഹ് ഇതങ്ങ് തീർന്നിട്ട് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇത് ഇനി ബാക്കിയാൽ ഇത് അതായത് ഇനി ഉസ്താദന്മാരും മറ്റും വേറൊന്ന് അതിനായിട്ട് ഒരുങ്ങണം. കുറച്ചാളും കൂടി വരും, 4 ആളും കൂടി അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇതാ കുറച്ചാളും കൂടി വരും. തങ്ങൾ ബാപ്പ മന്ത്രിച്ചൂരിയ തേങ്കുപ്പിയാണ്. അല്ലാഹു തആല പിന്നെ കൊടുത്താലും മതി, സംഭാവന പിന്നെ കൊടുത്താലും മതി. ഇതാ ഒരു 4 കുപ്പി കൂടി ഉണ്ട്. വേറെ മൂടി ഇത് ആ മോനെ ഇതാ അവിടെ ഇതാ 2-3 കുപ്പി കൂടി ഉണ്ട്. ഇതാ ബിസ്മില്ലാ. ഇതാ ഒരു കുപ്പി കൂടി ഉണ്ട്. ബിസ്മില്ലാ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതുവരെ നമ്മോട് സഹകരിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇവിടെ പ്രഭാഷണം നടത്തിയ ഉസ്താദ്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനി വരുന്ന വർഷങ്ങൾ ഇതിനേക്കാൾ ഉപരി നല്ല ഉഷാറിൽ അല്ലാഹു നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുവരെ നമുക്ക് സാരവത്തായ ഉപദേശ നിർദ്ദേശം നൽകിയ ബഹുമാനപ്പെട്ട മഷൂദ് സഖാഫി ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാത്തോടുകൂടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സ്ത്രീകളുടെ ഭാഗത്ത് ചോറ് വാങ്ങാൻ, ചീരണി വാങ്ങാൻ ബാക്കിയുള്ള ആളുകളൊക്കെയും പെട്ടെന്ന് വാങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആരും ചീരണി വാങ്ങാതെ പോകരുത്. ആരെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ വാങ്ങിയിട്ടേ പോകാവൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.